കഴിഞ്ഞ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചതിന്റെ ബാലൻസ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ടൂളുകളൂടെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ വാട്സാപ്പിൽ വെബ്സൈറ്റിന്റെ ടൂളിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതിനെ കുറിച്ച് പറയും. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്. പേര് ബിങ് എന്നാണ്. മൈക്രോസോഫ്റ്റ് ബിങ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമുക്ക് കുറച്ച് ഫ്രീ കിട്ടും. മൈക്രോസോഫ്റ്റിന്റെ ബിങ് എന്ന് പറയും. ഏതെങ്കിലും ഇന്ത്യൻ വന്നതല്ല, ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. മോഡൽ ടാലി 3 എന്ന് പറയും. അതാണ് നമ്മുടെ ഇമേജ് ക്രിയേഷൻ ടൂളിന്റെ മോഡല്. അമൽ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. രണ്ടുപേര് ജോയിൻ ചെയ്തിരുന്നു, അവര് എക്സിറ്റ് ആയി പോകാൻ തോന്നുന്നു. എന്താ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. മൈക്രോസോഫ്റ്റ് എങ്ങനെയാണ് ക്ലിയർ അല്ല. അല്ല, ഞാൻ മാത്രമാണോ ഉള്ളത് ക്ലാസ്സിന്? വേറെ രണ്ടുപേരും ജോയിൻ ചെയ്തിരുന്നു. ഒരു മനോജും വേറെ ഒരാളും ജോയിൻ ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഇപ്പൊ ഒറ്റ ഒരാൾക്ക് വേണ്ടി മാത്രം എടുക്കുന്ന സാറിന് ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ദിവസം വെച്ചാൽ മതിയോ? കുഴപ്പമില്ല, അവര് ജോയിൻ ചെയ്തോട്ടെ. അവര് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നെറ്റ്വർക്കിന് ഇഷ്യൂ ആവാം. ശരി ശരി ശരി, ഓക്കെ. കണ്ടിന്യൂ ചെയ്യണം. അതായത് നമുക്കിത് ഈ പറഞ്ഞ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. നോക്കാം, ഞാൻ അടുത്ത ആഴ്ച മുതൽ ഇങ്ങനെ പാർട്ടിസിപ്പൻസ് കുറവാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് ഞാനത് നടക്കും. മൈക്രോസോഫ്റ്റ് എങ്ങനെയാണ്? ശരി ശരി, സാർ ക്ലാസ് എടുത്തോളൂ. ഓക്കെ. അപ്പോൾ മൈക്രോസോഫ്റ്റ് ബിങ്ങിന്റെ ടൂളാണ്, ഇമേജ് ടൂളാണ്. ഞാൻ കൊടുത്തത് ജസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് മാത്രം കൊടുത്തതിന് ടീം ഇന്ത്യ പല മോഡലിൽ മൈക്രോസോഫ്റ്റ് ബിങ്. ഇത് തന്നെ നമ്മൾ വീഡിയോ ക്രിയേഷൻ കൊടുത്തു കഴിഞ്ഞാലും ഇത് ചെയ്തു തരും. അതായത് 8 സെക്കൻഡുള്ള വീഡിയോ പലതരത്തിലും ഒരു കൊടുക്കണം. വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡാൻസിങ് വീഡിയോ ബിഗിൽ ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്കത് 8 സെക്കൻഡുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. മൈക്രോസോഫ്റ്റ് ബിങ് ആണ് യൂസ് ചെയ്യുന്നത്. വീഡിയോ വർക്കിങ്ങിലാണ് അത് ഇവിടെ നിന്നോട്ടെ. അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ മറ്റൊരു ടൂൾ ഞാൻ പരിചയപ്പെടുത്താം. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. കോപൈലറ്റ് എന്ന് പറയും. കോപൈലറ്റ് .microsoft.com.
നമുക്ക് പിന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, ഫോർകാസ്റ്റ് ചെയ്യാം, ക്യൂസ് പിന്നെ അതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഒരു ടൂളാണ് കോപ്പൈലറ്റ് എന്ന്. കേട്ടിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെ, ഇത് ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് കോപ്പൈലറ്റ്. നമുക്ക് ജനറേറ്റ് ഇമേജ് പറഞ്ഞു ഹലോ. കഴിഞ്ഞാൽ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരും. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് ആൻ ഇമേജ്. അത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മളത് പിന്നെ സൈൻ ഇൻ ചെയ്യണം. നമ്മുടെ ജിമെയിൽ ഐ ഡി വെച്ച് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ അവർ ചോദിക്കുന്നതിനൊക്കെ കൊടുക്കണം. ഇനി മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യമേ ഇമേജിന്റെ ഓപ്ഷൻ കൊടുക്കാൻ കാരണം ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തന്നോണ്ടിരിക്കുക. കണ്ടന്റ് ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് കൊടുക്കാം. ജയൻ, ഗുഡ് ഈവനിങ്. ബേബി ക്യാറ്റ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ബേബി ക്യാറ്റ് ഇമേജ് പറഞ്ഞിട്ട് നമ്മൾ ഈ ആരോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വന്നില്ലല്ലോ. ഇത് മാത്രമേ ബേബി ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്യാറ്റിന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോപ്പ് പൈലറ്റ് എന്ന് പറയും, മൈക്രോസോഫ്റ്റിന്റെ കോപ്പ് പൈലറ്റ്. അതിനു മുമ്പ് നോക്കിയത് മൈക്രോസോഫ്റ്റിന്റെ ബിങ് ആണ്. അത് നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയും ക്രിയേറ്റ് ചെയ്യാം. അതായത് 8 സെക്കൻഡുള്ള ഒരു വീഡിയോ ഞാൻ കൊടുത്തത് ഡാൻസിങ് ബേബി ഡോളാണ്. 8 സെക്കൻഡുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. റീക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. ഇത് മൈക്രോസോഫ്റ്റ് ബിങ് എന്നാണ് ആ ടൂളിന്റെ പേര്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബിങ് അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ കോപ്പ് പൈലറ്റ്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ എടുത്തിരുന്നതിന്റെ ബാലൻസ് നമുക്ക് നോക്കാം. നമ്മൾ ചാറ്റ് ജിപിടി നോക്കിയായിരുന്നു, ക്ലൗഡ് നോക്കിയായിരുന്നു, പെർപ്ലക്സിറ്റി നോക്കിയായിരുന്നു, ബിങ് ചാറ്റ്, അതാണ് മൈക്രോസോഫ്റ്റ് കോപ്പ് പൈലറ്റ് എന്ന് പറയുന്നത്. ജെമിനി നോക്കിയായിരുന്നു. യു എന്ന് പറയുന്ന ഇത് നോക്കിയിട്ടില്ല നമ്മൾ. യു എന്ന് പറയുന്നതും ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ യൂട്യൂബ് എന്നാണ് പറഞ്ഞത്. u.com. u.com എന്ന് പറയുന്നതിനകത്ത് നമുക്ക്
ഒരുപാട് സൊല്യൂഷൻസ് മീഡിയ ലീഗൽ പിന്നെ അതേപോലെ ഒരുപാട് ഇത് ചെയ്യാം ബിൽഡ് വിത്ത് ഡെലിവർ ഇമ്മീഡിയറ്റ് വാല്യൂ ആൻഡ് ലീഡിങ് എ സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് u.com. ഡെവലപ്പറുടെ അതായത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഡെവലപ്പർമാരെന്ന് പറയും, അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയും ഒരു സെർച്ചിങ് ടൂളാണ് യു എന്ന് പറയുന്നത്. പിന്നെ പ്രസന്റേഷനിൽ നമ്മൾ ഗാമ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഗാമ എന്ന് പറയുന്ന ഒരു ആപ്പ് മാത്രമേ നമ്മൾ നോക്കൂ. ഇതിനകത്ത് പറയുന്നതിൽ നമുക്ക് പ്രസി എന്ന് പറയുന്ന ഒരു ടൂൾ ചെയ്യപ്പെടാം. പ്രസി എന്ന് പറയുന്നത് ഒരു പ്രസന്റേഷൻ ടൂളാണ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഒരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും, പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്ത് തരും. നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം, ബിസിനസ് ആണോ, എഡ്യൂക്കേഷൻ ആണോ, സ്റ്റുഡൻസിനാണോ. ഫോർ എഡ്യൂക്കേറ്റേഴ്സ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രസന്റേഷൻ നമ്മൾ സൈൻ ഇൻ കൊടുക്കണം. സൈൻ ഇൻ കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് കണ്ടന്റ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ ടോം മറ്റൊരു ടൂളാണ്. ടോം ഡോട്ട് ആപ്പ് എന്നുള്ളത് ടോം ഡോട്ട് എ എന്നുള്ളത്. ഒരു ഡോക്യുമെന്റ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ പ്രോംപ്റ്റ് നമുക്ക് കൊടുക്കാം. പ്രോംപ്റ്റ് കൊടുത്ത് നമുക്ക് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ മെന്റൽ ഹെൽത്ത് ഇൻ വർക്ക് പ്ലേസ് ആണ്, അത് തന്നെ കൊടുക്കാം. അതായത് നമുക്ക് തീം സെലക്ട് ചെയ്യാം. ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതെങ്കിലും വെൽക്കം ബാക്ക് ടു സ്കൂൾ, ഇതിൽ ഏതെങ്കിലും ഒരു തീം നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യണം. ജനറേറ്റ് PPT എന്ന് പറയാം. നമ്മൾ ഗാമിൽ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ ഇതിന്റെ കണ്ടന്റ് വന്നു. സൈൻ ഇൻ പറയാണ്, സൈൻ ഇൻ പറഞ്ഞാലേ അത് ചെയ്യും. ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് പേ ചെയ്യണമെന്നത് പറയുന്നു. ആപ്പിന്റെ പേര് ടോം, ഗാമ പോലെ ഫ്രീ അല്ലെന്നാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ വേറെ ടൂളുകളുണ്ട്, ഞാൻ അടുത്ത ദിവസങ്ങളിൽ ബാക്കി പറയാം. ഞാനിപ്പോ അടുത്തത് പറയാൻ പോകുന്നത് നമ്മൾ ഇമേജ് ജനറേഷനിൽ ഒരു ടൂള് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നു. പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ ടൂളുകൾ ഒന്ന് ChatGPT, ഒന്ന് ജെമിനിയാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ ബിങ് നോക്കി, കോർപ്പറേറ്റ് നോക്കി. ഇനി മറ്റൊരു ടൂളാണ് ലിയനാർഡോ AI എന്ന് പറയുന്നത്.
ഇമേജ് ജനറേഷൻ ടൂളാണ് ലിയനാർഡോ AI. ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, ക്യാൻവാസ്, ഡ്രോ, അങ്ങനെയുള്ള ഒരുപാട് യൂസ് കേസുകളുണ്ട്. ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകും. ഗാന്ധിജിയുടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനൊന്നും പ്രാധാന്യമില്ല. ഫയൽ ജനറേഷൻ എന്ന് കാണിക്കും. അതായത് ഗാന്ധിജിയുടെ ആയതുകൊണ്ട് ഒരു കണ്ടന്റ് സെറ്റ് പറയുന്നതുകൊണ്ടാണ് അത് നടക്കാൻ. അതിന് പകരം വേറെ ഏതെങ്കിലും ഇമേജുകൾ നോക്കാം. Create an image of sunset. വളരെ സിമ്പിൾ ആയിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്തത്. ഇതുപോലെ നമുക്ക് എന്തും കൊടുക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ ഗാന്ധിജി അങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ നമുക്ക് ഏത് ഇമേജ് കൊടുത്താലും, സോറി, പ്രോംപ്റ്റ് കൊടുത്താലും ചെയ്തു തരും. അതേപോലെ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഈ ഹൗസ് ഞാൻ ജസ്റ്റ് കൊടുത്തത് എന്താണ്, റണ്ണിങ് ഹോഴ്സ് എന്നാണ്. പക്ഷെ ഇത് കണ്ടോ, ഇവിടെ അത് പ്രോംപ്റ്റ് കറക്റ്റ് ചെയ്തു. അങ്ങനെ സിനിമാറ്റിക് ഷോട്ട് ഓഫ് വൈൽഡ് ഹോഴ്സസ് റണ്ണിങ് അക്രോസ്. വളരെ സിമ്പിൾ ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തു. അവര് ഈ ടൂൾ അതിന്റെ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ലിയനാർഡോ AI. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിപ്പോ അല്പം ഫ്രീ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് പേ ചെയ്യേണ്ടി വരും. പിന്നെ കുറച്ച് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അടുത്തൊരു ടൂളാണ്. പക്ഷേ ഇത് നമുക്ക് പിന്നെ എന്താ പറയുക, ഫ്രീ ഇല്ല, പേ ചെയ്താലേ നമുക്കിത് ചെയ്യാൻ കഴിയും. അത് ഞാൻ പറയാം.
കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു ഇത് പറയാം, ഞാൻ ഇപ്പം പറയാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേഷൻ ടൂള് പറഞ്ഞുതരാം, അത് വെച്ച് പേഴ്സണൽ വെബ്സൈറ്റ് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അതൊന്നും ഇപ്പൊ നോക്കാം. ആ വെബ്സൈറ്റിന്റെ പേരാണ് ലവ് ബോംബ്. വെബ്സൈറ്റിന്റെ പേര് ലവ് ബോംബിൾ എന്നാണ്. അതിനകത്ത് നമുക്ക് കണ്ടന്റ് കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും അവര് എന്താണ് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തത് തന്നെ ഒരു വെബ്സൈറ്റ് ആണിത്. 1 പേജ് വെബ്സൈറ്റ് ആണ്. അതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫോട്ടോ അല്ല വന്നിരിക്കുന്നത്. ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് ഫ്രീ വേർഷൻ കഴിയും. ഫ്രീ വേർഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു. വിനോദ് കുമാർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനർ, AI ലിറ്ററേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വാട്സപ്പും ഇമെയിലും ലിങ്ക്ഡനും കണക്ട് ആയിട്ടുണ്ട്. സർവീസ് AI ട്രെയിനിങ് ആണ്. സ്ഥലം കുറിച്ച് പറയുന്നു. സർവീസ് എന്താണെന്ന് പറയുന്ന ഒരു സിമ്പിൾ സിമ്പിൾ 1 പേജ് വെബ്സൈറ്റ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഏത് ഫീൽഡിലുള്ളവർക്കാണെങ്കിലും ഇത് കണ്ടോ, ചാറ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്തില്ല. ആദ്യം അത് കറക്റ്റ് അല്ലായിരുന്നു, കറക്റ്റ് ചെയ്തു. ഫോട്ടോ മാത്രമാണ് മാറിപ്പോയത്. അത് കറക്റ്റ് ചെയ്തിരുന്നു. ഇമെയിലിലേക്ക് പോകുന്നുണ്ട്. ലിങ്ക്ഡനും അതേപോലെ തന്നെ കണക്ട് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതെന്താണോ ജസ്റ്റ് എഡിറ്റ് ചെയ്തിരുന്നു അത്. പക്ഷെ ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് നമ്മുടെ ഡൊമൈൻ നെയിം നമ്മൾ ഉദ്ദേശിക്കുന്ന കിട്ടണമെന്നില്ല. lovable.app എന്നുള്ള ഇതാണ് ഡൊമൈൻ നെയിം വരിക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഡൊമൈൻ വാങ്ങിയിട്ട് നമുക്ക് ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. കേട്ടോ, എന്റെ വാട്സപ്പിലേക്ക് പോയി, ഇമെയിലിലേക്ക് പോയി, അതേപോലെ തന്നെ ലിങ്ക്ഡിൻ വർക്ക് ആവുന്നുണ്ട്. ടൂളിന്റെ പേര് ലവബിൾ. എന്റെ വെബ്സൈറ്റിൽ വിനോദ്.ai trainer.lovable.app ഉണ്ട്. പിന്നെ ഇത് എഡിറ്റ് വിത്ത് ലവബിൾ എന്നുള്ള വാട്ടർമാർക്കും കാണിക്കും. ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ടാണ് എന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്യേണ്ട പ്രോംപ്റ്റ് ഞാൻ ഇട്ട് തരാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോളൂ.
ഒരു സംശയം ചോദിച്ചോളൂ കേട്ടോ. ആർക്കും സംശയമൊന്നുമില്ല അല്ലേ? രണ്ടുപേരും പോയിട്ട് പോവുകയാണ് തോന്നി. ഓക്കെ, എന്തായാലും ഞാൻ ഇന്ന് റെക്കോർഡ് ഇടാം, രണ്ടുപേരും മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.